ജോയിന്റ് കൗൺസിൽ മാവേലിക്കര മേഖലാ സമ്മേളനം നടന്നു. സമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഹരിദാസ് ഇറവങ്കര ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് കൗൺസിൽ മാവേലിക്കര മേഖലാ സമ്മേളനം നടന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഹരിദാസ് ഇറവങ്കര ഉദ്ഘാടനം ചെയ്തു. ഈ പിന്നീട് രാജ്യഗവൺമെന്റുകാരൻ നമ്മളുടെ ജോലി പിണറായി ഗവൺമെന്റിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുകയായിരുന്നു. 22% ക്ഷാമത്തെ കുടിശ്ശിക നിൽക്കുമ്പോൾ, ശമ്പള പരിഷ്കരണം നീണ്ടുപോകുമ്പോൾ എന്റെയും നിങ്ങളുടെയും ബാധ്യത ഈ ഗവൺമെന്റിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുകയായിരുന്നു. എന്ന് മാത്രമല്ല, ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ കത്തിങ്കരാണെങ്കിലും KP ഗോപകുമാറാണെങ്കിലും ഷാനവാസ് ഖാനാണെങ്കിലും അടക്കമുള്ള ആളുകൾ നിങ്ങളോട് ആവശ്യപ്പെട്ടോ? നമ്മളോട് ആരും ആവശ്യപ്പെട്ടില്ല. മറിച്ച് അവർ ആവശ്യപ്പെട്ടത് എന്താണ്? ജീവനക്കാരുടെ അവകാശാനുകൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ഭരണകൂടങ്ങളെ അല്ല കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കേണ്ടത്. കേരളത്തിലെ ജോയിന്റ് കൗൺസിൽ പ്രസ്ഥാനം കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ചത് കേരളത്തിലെ സർക്കാർ ജീവനക്കാരെയാണ്. കേരളത്തിലെ സർക്കാർ ജീവനക്കാരനെയാണ് കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ചത്. അങ്ങനെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഭരണകൂടങ്ങൾക്ക് അലോസരം ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടുകൂടി, ഭരണകൂടങ്ങൾക്ക് കൃത്യമായ അലോസരം ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടുകൂടി പ്രത്യക്ഷമായ സമരത്തിലേക്ക് കേരളത്തിന്റെ സിവിൽ സർവീസ് ഇത്ര കണ്ട് സമരസജ്ജമാക്കുന്നതിൽ ഈ പ്രസ്ഥാനം വഹിച്ച പങ്ക് ചെറുതല്ല. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ സമരം കൊണ്ട് എന്ത് നേടി എന്ന് ചില ആളുകൾ അന്ന് ചോദിച്ചു. നമ്മുടെ സമരത്തെ പരിഹസിച്ച ആളുകൾ ഗത്യന്തരമില്ലാതെ ചവിട്ടു നിൽക്കുന്ന കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് രാത്രി സമരവുമായിട്ട് ബജറ്റ് അവതരിപ്പിക്കുന്നതിന് 10 ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് സമരം ചെയ്യുവാൻ നിർബന്ധിതമായി. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ജോയിന്റ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ നമ്മളോട് നിശബ്ദമായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? മേഖലാ പ്രസിഡന്റ് എ ഉമാദേവി അധ്യക്ഷയായി. ജോയിന്റ് സെക്രട്ടറി CN പ്രമോദ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഇ നവാസ്, എസ് റഹീം, ദീപ്തി, കുഞ്ഞുമോൻ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ് മാവേലിക്കര.